സെക്കൻഡ് ഫുഡ് ഐറ്റമാണ് പയർ വിത്ത് തേങ്ങ. 8ാമത്തെ ഫുഡാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്. ഞങ്ങളുടെ 11th ഫുഡ് എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്. ഓട്സ് ഇഡ്ഡലി, സ്വീറ്റ് പൊട്ടറ്റോ, പുട്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ദേ നമ്മുടെ ഒരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഫുള്ള് ഹെൽത്തി ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. 24 hours 24 ഹെൽത്തി ഫുഡ് ചലഞ്ച്. അപ്പോൾ 24 hours ഞങ്ങൾ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ, 24 ഫുഡ്സും കഴിക്കുന്നുണ്ട്. അപ്പോൾ 24 hours ഫസ്റ്റ് ഐറ്റം ഫുഡ് റെഡി. ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ചപ്പാത്തിയിൽ വലിയ കെമിക്കൽസ് ഒന്നുമില്ല, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്, പുറത്തൊന്നും വാങ്ങിച്ചൊന്നുമല്ല. ഞങ്ങൾ പരത്തി ഉണ്ടാക്കിയെടുത്ത ചപ്പാത്തിയാണ്. ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇതുവരെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇനി ചലഞ്ചിലൂടെ തന്നെ സ്റ്റാർട്ട് ആവട്ടെ ചപ്പാത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ പോകണം. ഫസ്റ്റ് ഞാൻ തന്നെ നോക്കാന്ന് ചെയ്യാൻ. ചപ്പാത്തി തിരക്കേടില്ല, നമ്മളൊരു പരീക്ഷണം നടത്തിയാണ് ഫസ്റ്റ് ഡേ തന്നെ. കുറച്ച് ലേശം കട്ടി കുറച്ചുണ്ടാക്കാം. കുറച്ച് കട്ടി കൂടിപ്പോയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. ഉള്ളിക്കറിയും സൂപ്പർ, നാള് വെച്ചാണ്. ഇനി 23 ഫുഡ് ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫുഡ് ഐറ്റമാണ് പയർ വിത്ത് തേങ്ങ. നമ്മൾ ശർക്കരയൊന്നും ഇട്ടിട്ടില്ല, ഹെൽത്തി ആയിട്ടിരിക്കേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ പയറും തേങ്ങയും മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ. ഒരു 10 മണി സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഡിഷാണ്. അല്ലെങ്കിൽ വൈകിട്ടും കഴിക്കാം. പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ, ഇത് പയറും തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തുമാണ്, പ്രോട്ടീൻസും വരും, നമുക്ക് അൺഹെൽത്തി ഫുഡും അല്ല. ഈ കാലത്തൊക്കെ ഇതൊക്കെ കഴിക്കുന്നതാണ് നല്ലത് കേസ്. നമ്മളിത് 3ാമത്തെ ഫുഡ് കഴിക്കാൻ പോകാം. 3ാമത്തെ ഫുഡ് എന്ന് വെച്ചാൽ പഴം. ഇത് റോബസ്റ്റ പഴമാണ്, പച്ചപ്പഴം. നമ്മളിപ്പോൾ 3ാമത്തെ ഫുഡ് ഇതാണ് കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾ എന്തുവാണ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ചോറും മട്ടനുമാണ്. അപ്പം ഞങ്ങളത് ചോറ് വെച്ചു. ഇനി അടുത്ത് മട്ടൻ കഴുകി അത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതും കഴിച്ചിട്ട് പിന്നെ വിശക്കുവാണെങ്കിൽ എന്തെങ്കിലും കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് തേർഡ് ഐറ്റം കഴിക്കാം, റോബസ്റ്റ് പഴം. ഹെൽത്തി ഫുഡാണ് ഗൈസ്. ഇങ്ങനത്തെ ഫുഡൊക്കെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കും. ഒരു 4th ഐറ്റം കുക്കുംബർ. അപ്പോൾ ഗൈസ്, കുക്കുംബർ ഭയങ്കര ഹെൽത്തി ഫുഡാണ്. ഇത് നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കിയിരിക്കും. പിന്നെ ഇതിൽ വൈറ്റമിൻസ് ഉണ്ട്, കെ ഉണ്ട്, വൈറ്റമിൻസ് ഏതൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ 5ാമത്തെ ഐറ്റം മട്ടൻ സൂപ്പ്. അപ്പോൾ നമ്മൾ മട്ടൻ സൂപ്പ് കുടിക്കാമെന്ന് വെച്ചു. മട്ടൻ സൂപ്പ് കുടിച്ചിട്ട് ഇനി അടുത്ത് ലഞ്ചിലോട്ട് പോകാമെന്ന് വെച്ചു. നല്ല മിക്സ് ചെയ്ത് നമ്മളിത് 6ാമത്തെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ പോവാണ്. അതായത് ലഞ്ച്. ചോറും മട്ടൻ കറിയാണ് കഴിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കൂടെ 2 ഗസ്റ്റുകളും ഉണ്ട്, ക്രിസ്റ്റിനും. ഞങ്ങളത് എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് മട്ടൻ കറി. മട്ടൻ കറിയും ചോറുമാണ് കഴിക്കാൻ പോകുന്നത്. ചോറ് കുറച്ചൊന്ന് വേവ് കൂടിപ്പോയി, അറിഞ്ഞില്ല. ഇനി ചോറ് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം, ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം, വെറുതെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് കുറച്ചുകൂടെ എത്ര വേവ് വേണമെന്നില്ല, കുറച്ച് വേവ് കുറഞ്ഞാൽ മതി. കൊള്ളാം, ശരിക്കും കൊള്ളാം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചോറ് ഇച്ചിരി കുഴഞ്ഞു പോയാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കിവിയാണ് നമ്മുടെ 7th ഫുഡ്. ചോറ് കഴിച്ചിട്ട് എന്തെങ്കിലും മധുരം കഴിക്കണ്ടേ, അപ്പം നമുക്ക് കിവി കഴിക്കാം ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ കിവി കഴിക്കുന്നത്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. കൊള്ളാം. അങ്ങനെ സിമിലാരിറ്റി പറയാനൊരു ഫ്രൂട്ടും തോന്നുന്നില്ല. കഴിച്ചുകൊണ്ടിരിക്കാൻ കൊള്ളാം. ഞങ്ങളുടെ 8ാമത്തെ ഫുഡാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് വെറുതെ കഴിക്കാൻ, തോരൻ വെച്ചൊന്നും കഴിക്കുന്നില്ല, വെറുതെ കഴിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ എന്നും തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഇന്ന് വെച്ചാൽ തോരയില്ല.
തോരനൊക്കെ ഇതായിരിക്കും. ചെറുതായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പ്രകൃതി കാണോ കരുത്തും കഴിക്കാം. മഴയും കൂടെ വരുന്നുണ്ട്, നല്ല മഴക്കോളുണ്ട്. 8 കംപ്ലീറ്റ് പെട്ടെണ്ണം കഴിഞ്ഞു. പിന്നെ നമുക്ക് 16 ബാക്കിയുണ്ട്. കഴിച്ചൊരു വഴിയാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ 9th ഫുഡാണ് ഇനി കഴിക്കാൻ പോകുന്നത്. 9th ഫുഡ് വന്നിട്ട് പപ്പായയാണ് ഗൈസ്. പപ്പായ വൈകിട്ടായി. സ്കിന്നിന് നല്ലതാ, പാക്കൊക്കെ ഇട്ടിടാൻ നല്ലതാണ് കേട്ടോ ഗേൾസിന്. പക്ഷെ ഇത് കഴിച്ചിട്ടേ ഗുണമുള്ളൂ. കഴിക്കാൻ ശ്രമിക്കും എല്ലാവരും. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു 1-2 പപ്പായ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ സീസൺലി നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ ഓർഗാനിക് സംഭവങ്ങൾ നമ്മളെ വീട്ടിൽ സെറ്റാക്കണം. ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ ഫുള്ള് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഫുള്ള് കെമിക്കൽസിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളെ ഹെൽത്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഇത് താറാമുട്ടയാണ്, പിന്നെ പഴം അവിച്ചതും. അമ്മൻ്റെ ഇപ്പോഴത്തെ സ്ഥിര ഫുഡാണ് വൈകിട്ട് അവിച്ച പഴം കഴിക്കാന്നുള്ളതാണ്. കറണ്ടില്ല, കറണ്ട് പോയിട്ട് കുറച്ച് നേരമായി. ഞങ്ങൾ പിന്നെ ഇപ്പം മറ്റേ റീചാർജബിൾ ബൾബില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിൽ തീരാം. മാങ്ങ കഴിക്കാൻ പോവുകയാണ് ഗീസ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് ഗീസ്. മറ്റേ വെള്ള കളറിലുള്ള മാങ്ങയാണ്, പക്ഷെ നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ നമ്മൾ 13ാമത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ. ആപ്പിളിടെ അവിടെ ഡോക്ടർ എന്നൊരു സ്ലോഗൻ കേട്ടിട്ടില്ലേ? ആപ്പിൾ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റിൽ ഇവിടെ കറണ്ട് വന്നിട്ടില്ല ഗൈസ്, കുറേ നേരമായി പോയിട്ട്. നമ്മുടെ 14th ഫുഡ് 14th അല്ലേ? 14th ആണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഓട്സ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കാൻ വലിയ പാടുമില്ല, എളുപ്പമാണ്. ഭയങ്കര ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് വന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കിടക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ എന്നും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്സ് ആണ്. കാരണം സിമ്പിളാണ്. 10 മണിക്ക് കോളേജെങ്കിൽ 9:30 ആകുമ്പോൾ എണീക്കും, നേരെ ഓട്സ് ടപ്പേന്ന് 5 മിനിറ്റ് ഉണ്ടാക്കും, കഴിക്കും, കുളിക്കും. 10 മണിക്കല്ല, ഒരു 10:30 ആകുമ്പോൾ കോളേജിൽ കയറും. തൊട്ടടുത്തായിരുന്നു ഹോസ്റ്റലല്ല, റൂം പുറത്ത്. ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. കഴിക്കാനും സിമ്പിളാണ്, ഉണ്ടാക്കാനും സിമ്പിളാണ്. 15th ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. 15 കേട്ടോ കഴിക്കാൻ പോകുന്നത്. കഴിച്ച് ഗേസ് നമ്മളൊരു വഴിയായി. അയ്യോ വയ്യ, കഴിക്കാൻ തലയില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയുള്ളൂ. നല്ല നാടൻ പേരൊക്കെയാണ് ഗേസ്. അപ്പോൾ ഗേസ് 16th ഫുഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാളു ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് മാളു ഇത്? സബർ ചില്ലി. മാളു ഇത് കട്ട് ചെയ്തു, നമ്മളിത് കഴിക്കാൻ പോവാണ് ഗേസ്. സബർ ജെല്ലി കഴിച്ചിട്ട് കുറേ നാളായി ഗേസ്, കുറച്ചധികം നാളായി സബർ ജെല്ലി കഴിച്ചിട്ട്. അപ്പോൾ ഗൈസ് അടുത്ത 17ാമത്തെ ഐറ്റം ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് കഴിക്കാൻ പോവാ. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ജോമ പറയട്ടെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. നാളും ഇപ്പോൾ ഉപ്പുമാവ് സ്പെഷ്യലിസ്റ്റായി വരുന്നുണ്ട്. വീട്ടിൽ അമ്മയുടെ പ്രത്യേക കോച്ചിങ്ങും ഉണ്ട്. നാളും ഇപ്പോൾ സ്ഥിരം ഉപ്പുമാവാണ് ഉണ്ടാക്കാറ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് ഗേസ്. നമ്മളിത് 18ാമത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. 18ാമത്തെ ചിക്കു ആണ് കേട്ടോ. ചിക്കുവിൻ്റെ മണം അടിച്ചിട്ടേ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം ചിക്കു ഇഷ്ടമില്ല പൊതുവിൽ. യഥാർത്ഥത്തിൽ ശരിക്കും ചിക്കു കിട്ടും, അപ്പം വാങ്ങിക്കും. ഞാൻ കഴിക്കത്തേ ഇല്ല, അതിൻ്റെ സ്മെല്ലും ഒട്ടും പിടിക്കത്തില്ല. കഷ്ടപ്പെട്ട് മാള് കഴിക്കുക. ഹെൽത്തി ഫുഡാ മാളു, കഴിക്കുക. നല്ലതാ, ഹെൽത്തിന് നല്ലതാ. ഇത് ഫൈബർ ഫുഡാണ്. ഫൈബർ ഫുഡ് നമ്മൾ കൂടുതൽ കഴിക്കണം. അപ്പോൾ ഗയ്സ് ഞങ്ങൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് ചലഞ്ച് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തന്നെയാണ് ചലഞ്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മളിത് ഇന്നൊരു വൈഡ് റേഞ്ച് ഓഫ് ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ, ഒരു ബൊഫേ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഒരുക്കിയത്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന ഫുഡ് നിങ്ങൾ കാണാതെ ഇതൊക്കെയാണ്. അപ്പോൾ അതെ, പുട്ടുണ്ട്, ഇടിയപ്പം ഉണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, പൊമഗ്രനേറ്റ് ഉണ്ട്, ഓട്സ് ഇഡ്ഡലിയാണ്, ഓട്സ് ഇഡ്ഡലി ഉണ്ട്, നട്ട്സ് ഉണ്ട്, ചമ്മന്തിക്കറി, മാങ്ങ സൈഡ് ഡിഷായിട്ട്. 19th ഫുഡാണ്, ഹെൽത്തി ഫുഡാണ് പുട്ട്. എല്ലാവരുടെയും അസോസിയേഷൻ മിക്കവാറും ആൾക്കാരുടെ വീട്ടിൽ പുട്ടായിരിക്കും. അപ്പം പുട്ടും മാങ്ങയാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പിനേഷൻ. പുട്ടും മാങ്ങയും കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേസ്. ഞാൻ കുറച്ച് നാളായിട്ട് വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈ ഒരു സംഭവമാണ് കഴിക്കുന്നത്. നമ്മുടെ 20th ഫുഡാണ് ഇടിയപ്പം. അപ്പോൾ ഇടിയപ്പവും ചമ്മന്തിക്കറിയാണ് കോമ്പിനേഷൻ. ഈ ഹോട്ടലിലൊക്കെ വയ്ക്കുമ്പോഴത്തെ ചമ്മന്തിക്കറിയാണ്. അതുകൊണ്ട് ഇടിയപ്പവും ചമ്മന്തിക്കറിയും കഴിക്കാം. 21ാമത്തെ ഹെൽത്തി ഫുഡാണ് ഓട്സ് ഇഡ്ഡലി. ഇതാണ് ഓട്സ് ഇഡ്ഡലി. ഇതും ഹെൽത്തി ഫുഡാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓട്സ് ഇഡ്ഡലിയും ചമ്മന്തിക്കറിയായിട്ട് കോമ്പിനേഷൻ ചെയ്ത് കഴിക്കും. ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാകണം കേസ്. കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ടാക്കി കഴിക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. ഞങ്ങൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയ സംഭവം ഇതൊക്കെ. നമ്മുടെ 22ാമത്തെ ഫുഡാണ് ഈസ് പൊമഗ്രനേറ്റ്. നമുക്ക് കുറച്ച് പൊമഗ്രനേറ്റ് ഇടാം. ബ്ലഡ് സർക്കുലേഷനും ബ്ലഡ് കൂടുതൽ ബോഡിയിലൊക്കെ വയ്ക്കാൻ പൊമഗ്രനേറ്റ് ബെസ്റ്റാണ് ഗീസ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ ഇതൊക്കെ ആഡ് ചെയ്യണം. ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ. റിച്ച് ഇൻ ഫൈബറാണ് ഗീസ്. ഫൈബർ ഫുഡാണ്. അപ്പോൾ ദേ 24 hours ഹെൽത്തി ഫുഡ് ചലഞ്ച് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ലാസ്റ്റത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നട്ട്സാണ്. നട്ട്സ് കഴിച്ചാൽ നമ്മൾ ഇവിടെ ചലഞ്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അധികമൊന്നും വാരി കഴിക്കരുത്. എല്ലാത്തിലൊന്നും ഒരു 3-4 അത്രയൊക്കെ കഴിക്കാവോ സത്യം പറഞ്ഞാൽ. ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതല്ല, ഹെൽത്തിന് നല്ലതല്ല. അപ്പം നിങ്ങൾ അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ചാലഞ്ച് ഇത് ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.